ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കൊറിയൻ ഗവൺമെൻറ് രഹസ്യമായി നായക്കടയിൽ നടത്തുന്ന പ്രൊജക്റ്റ് സൈലൻസ് എന്ന ഒരു പരീക്ഷണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. യുദ്ധങ്ങളിൽ പോരാടാൻ ഉപകരിക്കുന്ന അതിക്രൂരന്മാരായ നായക്കളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പദ്ധതിയുടെ ദൗത്യം. ശേഷം കാണിക്കുന്നത് സുരക്ഷാ വകുപ്പിൽ ജോലി ചെയ്യുന്ന ചാൻ എന്ന യുവാവിനെയാണ്. അന്നു രാത്രിയിൽ ചാനിൻ്റെ മകളായ കിമ്മിൻ വിദേശ പഠനത്തിന് പോകാനായി തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. ഈ സമയത്ത് അവൾ മരിച്ചുപോയിരുന്ന തൻ്റെ അമ്മ എഴുതിയിരുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ കോപ്പിയും ബാഗിൽ വെച്ചിരുന്നു. അത് കണ്ട് ഭാരം കൂടുമെന്നും പറഞ്ഞ് ചാൻ അവളെ ശകാരിക്കുകയും അവൾ ദുഃഖിതയാവുകയും ചെയ്തിരുന്നു. പിന്നീട് ചാൻ കിമ്മിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ ചാൻ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറിയിരുന്നു. ഇന്ധനമടിച്ചതിനു ശേഷം ചാൻ അവിടെ ഉണ്ടായിരുന്ന ജോ എന്ന യുവാവിനെ തൻ്റെ കാർഡ് നൽകി. എന്നാൽ പണം വേണമെന്ന് ജോ ശാഠ്യം പിടിച്ചു. ഈ സമയത്താണ് ചാൻ ജോയുടെ കയ്യിലുള്ള ഒരു മാസ്റ്റർ കീ കാണുന്നത്. അതോടുകൂടി അയാളൊരു ട്രക്ക് ഡ്രൈവറാണെന്ന് ചാൻ മനസ്സിലാക്കി. ഞാൻ പണം പിന്നെ നൽകാമെന്നും പറഞ്ഞ് ചാൻ തൻ്റെ വാഹനം എടുത്തു പോയി. ശേഷം കാണിക്കുന്നത് സഹോദരിമാരായ യൂറയെയും മീരാനെയുമാണ്. യൂറ ഗോൾഫ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു. എന്നാൽ മീരാൻ അവളുടെ പാസ്പോർട്ട് പുതുക്കാൻ മറന്നതിനാൽ യൂറയ്ക്ക് പോകാനായി സാധിച്ചില്ല. ഈ ഒരു കാര്യം അറിഞ്ഞ് ദേഷ്യത്തോടെ യൂറ മീരാനെ ചീത്ത പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് സുനോ എന്ന വൃദ്ധ കാറിൻ്റെ മുൻപിലേക്ക് ഓടുന്ന കാഴ്ച അവരിരുവരും കാണുന്നത്. യൂറ ഉടൻ തന്നെ അപകടം സംഭവിക്കാതെ സുനോയെ രക്ഷിച്ചു. ഈ നേരത്ത് സുനോയ്ക്കൊപ്പം അവളുടെ ഭർത്താവായ ബയോണും ഉണ്ടായിരുന്നു. സുനോയ്ക്ക് ഓർമ്മക്കുറവിൻ്റെ അസുഖമുണ്ടെന്ന് ബയോൺ അവരോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം തങ്ങളുടെ കാറുകളിൽ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. അന്ന് കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഡ്രൈവർമാരെല്ലാം നഗരത്തിലെ പാലത്തിലൂടെ വളരെ ശ്രദ്ധയോടെയാണ് വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ലൈവിട്ട് അതിവേഗത്തിൽ അതിലൂടെ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ചാൻ കിമ്മിനെയും കൊണ്ട് ഈ ഒരു പാലത്തിലൂടെയാണ് എയർപോർട്ടിലേക്ക് പോയിരുന്നത്. ഈ നേരത്തെ കിമ്മിൻ വിഷാദഭാവത്തോടെ ഇരുന്നിരുന്ന സൈനികർ കൊണ്ടുപോയിരുന്ന ഒരു നായയെ കണ്ടിരുന്നു. സൈനികർക്കൊപ്പം അതീവ സുരക്ഷയോടെ ഡോക്ടർ യാൻ എന്ന ശാസ്ത്രജ്ഞനും ഉണ്ടായിരുന്നു. ഈ ഒരു നേരത്ത് അലക്ഷ്യമായി ഓടിച്ചിരുന്ന ആ ഒരു മഞ്ഞക്കാർ അപകടത്തിൽപ്പെടുകയാണ്. ആ ഡ്രൈവർ തൻ്റെ കാർ ബ്രേക്ക് ചെയ്ത് നിർത്തിയതോടെ ബിയോണഹയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന അതുവഴി പോയിരുന്ന ബസ്സിനും ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഈ ഒരു സമയത്ത് അതുവഴി പോയിരുന്ന മറ്റു വാഹനങ്ങൾ മഞ്ഞുമൂലം ആ ഒരു മഞ്ഞക്കാർ കാണാതെ അതിൽ ഇടിക്കുകയാണ്. തുടരെ പുറകെ എത്തിയ വാഹനങ്ങളെല്ലാം അപകടത്തിൽപ്പെടുകയും അവിടെയൊരു കോട്ടയിടി സംഭവിക്കുകയും ചെയ്തു. ആളുകളെല്ലാം വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് അതുവഴി പാഞ്ഞു വന്നിരുന്നൊരു ട്രക്കും അപകടത്തിൽപ്പെടുന്നത്. അങ്ങനെ പാലം നിറയെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കിടക്കുകയാണ്. ആളുകൾ പ്രാണരക്ഷാർത്ഥം ചിതറിയോടി. ഈ ഒരു പാലത്തിലൂടെ തന്നെയാണ് മീരാനും യൂറയും തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ അവരിരുവരും ആ ഒരു പാലത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ഒരു പോലീസുകാരൻ എത്തിയിരുന്നെങ്കിലും അയാളുടെ വാഹനവും അപകടത്തിൽപ്പെട്ടു. ഈ ഒരു സമയത്ത് ഇന്ധനമടിച്ചിരുന്ന പണം ചോദിച്ചുകൊണ്ട് ഗ്യാസ് സ്റ്റേഷൻ്റെ ഉടമ ജോയെ വഴക്കു പറയുകയായിരുന്നു. അപ്പോഴാണ് പാലത്തിൽ വാഹനങ്ങൾ കുടുങ്ങിയ വിവരം ന്യൂസിലൂടെ അവരിരുവരും കേൾക്കുന്നത്. ചാൻ പാലത്തിൽ കുടുങ്ങിക്കാണുമെന്നും ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി വരാമെന്നും പറഞ്ഞുകൊണ്ട് ജോ ജൂഡി എന്ന തൻ്റെ നായയെയും കൂട്ടി ആ ഒരു പാലത്തിലേക്ക് ചെല്ലുകയാണ്. ഇതേസമയം അപകടങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ചാനും കിമ്മും പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേസമയം അതുവഴി പോയിരുന്ന യാനിൻ്റെ കാർ എന്തോ ഒരു അവശിഷ്ടത്തിൽ കുടുങ്ങി അപകടത്തിൽപ്പെടുകയാണ്. അതോടുകൂടി അപകടത്തിൽപ്പെട്ട സൈനിക ട്രക്കിൻ്റെ ടയർ ഊരിത്തെറിച്ച് ചാനിൻ്റെ വാഹനത്തിൽ തട്ടി. പുറകെ വന്നിരുന്ന സൈനിക വാഹനവും സൈനിക ട്രക്കിൽ ഇടിക്കാനിടയായി. അതോടെ സൈനികർ പുറത്തേക്കിറങ്ങി ട്രക്കിലുണ്ടായിരുന്ന നായ്ക്കളെ നിരീക്ഷിക്കുകയാണ്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കണമെന്ന് കിമ്മിൻ ചാനിനോട് പറഞ്ഞു. അവളോട് കാറിലിരിക്കാൻ പറഞ്ഞുകൊണ്ട് ചാൻ അങ്ങനെ പുറത്തേക്കിറങ്ങുകയാണ്. ഇതിനോടകം തന്നെ സൈനികർ സയൻറ്റിസ്റ്റായ യാനിനെ രക്ഷിച്ചിരുന്നു. ഈ സമയത്തെല്ലാം യാൻ നായ്ക്കളെ ശ്രദ്ധിക്കണമെന്ന് പട്ടാളക്കാരോട് പറയുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ യാനിനൊപ്പമുള്ളൊരു പട്ടാളക്കാരനും പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന നായ്ക്കളെ കൊണ്ടുപോയിരുന്ന ആ ഒരു ട്രക്കിന് സമീപത്തേക്ക് ഓടുകയാണ്. എന്നാൽ ആ ഒരു ട്രക്കിനകത്ത്
ആദ്യം പരിശോധിക്കാനായി പോയിരുന്ന ആ ഒരു പട്ടാളക്കാരൻ്റെ വികൃതമാക്കപ്പെട്ട മൃതശരീരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ക്യാപ്റ്റൻ മൊബൈൽ നെറ്റ്വർക്കുകൾ ജാം ചെയ്യാനായി ഉത്തരവിട്ടു. ഇതേ സമയം ചാൻ യാനിനെ തൻ്റെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ സമയം ചാൻ ഫോൺ ചെയ്യാനായി ശ്രമിച്ചിരുന്നെങ്കിലും സിഗ്നൽ ജാമു ചെയ്തതിനാൽ അതിന് സാധിച്ചിരുന്നില്ല. ഇതേ സമയം പാലത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും മൊബൈൽ സിഗ്നൽ ഇല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. എന്നാൽ ഈ ഒരു നേരത്ത് ചാനിനോട് ചോദിക്കാതെ കിമ്മിൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഈ ഒരു നേരത്ത് ട്രക്കിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന വലിയൊരു നായ അവിടെ ഉണ്ടായിരുന്ന വേലിയിൽ തൻ്റെ തല ഇടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് കിമ്മിൻ ആ നായയെ സമാധാനിപ്പിക്കാനായി അതിനെ ഭക്ഷണം കൊടുക്കാനായി ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് കിമ്മിനെ അന്വേഷിച്ച് ചാൻ അവരുടെ പക്കലേക്ക് ഓടിയെത്തുന്നത്. ഈ നേരത്ത് ആ ഒരു നായ അവരുടെ പക്കൽ നിന്നും തിരിഞ്ഞോടി. നായ്ക്കളെല്ലാം രക്ഷപ്പെട്ടുവെന്നും നിയന്ത്രണം തിരിച്ചു പിടിക്കണമെന്നും സൈനികർ യാനിനോട് പറഞ്ഞു. അതോടെ ഞാൻ തൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പണാക്കി. ഞാൻ സുരക്ഷാ വകുപ്പിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചാൻ സൈനികരോട് പറഞ്ഞു. മൊബൈൽ സിഗ്നൽ ജാമായതിനെക്കുറിച്ച് ചാൻ സൈനികരോട് ചോദിച്ചു. അതോടെ സൈനികർ അവനോട് മിണ്ടാതിരിക്കാനായി പറയുകയാണ്. ഇത് കേട്ട് ക്ഷുഭിതനായ ചാൻ സൈനികരുടെ പക്കലുണ്ടായിരുന്ന റേഡിയോ കൈക്കലാക്കാനായി ശ്രമിച്ചു. അതോടെ പട്ടാളക്കാർ ചാനിനെ കൈവിലങ്ങണിയിച്ച് സ്റ്റിയറിങ്ങിൽ ബന്ധനസ്ഥനാക്കി. ഈ ഒരു സമയത്താണ് ഷാനിനെ അന്വേഷിച്ച് ജോ അവിടേക്ക് എത്തുന്നത്. ഈ നേരത്ത് അവിടെയുണ്ടായിരുന്ന പോലീസുകാരൻ സഹായം അഭ്യർത്ഥിച്ച് ജോയുടെ ട്രക്കിനു നേരെ കൈ കാണിച്ചു. ഇതേ സമയം ഞാൻ നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള തൻ്റെ സോഫ്റ്റ്വെയർ ആക്റ്റീവാക്കി കഴിഞ്ഞിരുന്നു. എല്ലാ നായ്ക്കളുടെ ശരീരത്തിലും പ്രോഗ്രാം ചെയ്തിരുന്നൊരു ചിപ്പ് അവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ യാനിൻ്റെ നിർദ്ദേശമനുസരിച്ച് അതിശക്തരും അക്രമാസക്തരുമായ നായ്ക്കൾ കൂട്ടിലേക്ക് തിരിച്ചോടുകയാണ്. ട്രക്കിലേക്ക് തിരികെ എത്തിയ നായ്ക്കൾ അവിടെ ഉണ്ടായിരുന്ന സൈനികർക്കു നേരെ ചാടി വീണു. ഈ നേരത്താണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ നായ്ക്കളുടെ ലീഡറായ നയൻ എന്ന ടാഗുള്ള നായ മാത്രം ചലിക്കുന്നില്ല. കിമ്മിൻ കണ്ട വേലിയിൽ തലയടിച്ചിരുന്ന ആ ഒരു നായയായിരുന്നു അത്. ഇതേ സമയം പട്ടാളക്കാർ കൂടിനകത്തേക്ക് ഓടിക്കയറുകയും അവർക്ക് പുറകെ നായ്ക്കളും അതിനകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ഒരു നായ ഒഴികെ ബാക്കി നായ്ക്കളെയെല്ലാം കൂട്ടിലാക്കി ലോക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചു. നയൻ എന്ന ടാഗിലുള്ള ആ ഒരു നായയായിരുന്നു കൂട്ടിലേക്ക് കയറാതിരുന്നിരുന്നത്. ഈ ഒരു സമയത്ത് മറ്റൊരു കൂടുമായി സൈനിക ഹെലികോപ്റ്റർ അവിടേക്ക് വരികയാണ്. നായ്ക്കളെ കൊണ്ടുപോകാനായി ഹെലികോപ്റ്ററിൽ നിന്നും പട്ടാളക്കാർ താഴേക്കിറങ്ങി. എന്നാൽ ഈ ഒരു നേരത്ത് ജോയുടെ നായയായ ജൂഡിയും ആ ഒരു കൂടിനരികിലേക്ക് ഓടുകയാണ്. അത് കണ്ടതോടെ ജോയും ജൂഡിക്ക് പുറകെ ഓടി. എന്താണ് സംഭവിക്കുന്നതെന്ന് യാനിനോട് ചോദിച്ചെങ്കിലും യാൻ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. തൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് യാൻ നായ്ക്കളെ ട്രക്കിൽ നിന്നും പുതിയ ഒരു കൂട്ടിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു നേരത്ത് ജോഡി കുറച്ചത് യാനിൻ്റെ ശ്രദ്ധ തെറ്റാൻ കാരണമായി. ജോഡിക്ക് പുറകെ അവിടേക്കെത്തിയ ജോയെ സൈനികർ തടഞ്ഞു. ഇത് കണ്ട് കിമ്മിൻ ജൂഡിയുടെ പക്കലേക്ക് ഓടിയെത്തുകയാണ്. തൻ്റെ മകളെ കണ്ട് ചാനും അവിടേക്കെത്തി. ഈ സമയത്താണ് പട്ടാളക്കാർ താഴെ വീണ് കിടന്നിരുന്ന നയൻ എന്ന നായയുടെ ചിപ്പ് കാണുന്നത്. ഈ ഒരു നേരത്ത് നായ്ക്കളെ കയറ്റിയിട്ടുള്ള കൂട് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെ നയൻ എന്ന നായ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന സൈനികനെ ആക്രമിക്കുകയാണ്. അതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട് നിലത്തേക്ക് വീണു. തന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച ഹെലികോപ്റ്ററിലെ മറ്റൊരു സൈനികനെയും പൈലറ്റിനെയും നയൻ കൊലപ്പെടുത്തി. അതോടെ ഹെലികോപ്റ്റർ പാലവുമായി ബന്ധിപ്പിച്ചിരുന്ന ഇരുമ്പ് കമ്പികളിൽ ഇടിക്കാനിടയായി. ഒരു സമയത്ത് ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന നയൻ എന്ന നായ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. നയൻ എന്ന ആ ഒരു നായ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയതോടെ കൂട്ടിലുണ്ടായിരുന്ന നായ്ക്കളെല്ലാം ഭ്രാന്തമായ രീതിയിൽ പുറത്തേക്ക് ഓടുകയാണ്. രോക്ഷാകുലരായ ആ നായ്ക്കൾ ആളുകളെ മൃഗീയമായി കൊലപ്പെടുത്താൻ ആരംഭിച്ചു. അതോടെ അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം കൂടുതൽ പരിഭ്രാന്തരാവുകയാണ്. നിരവധി ആളുകൾ നായ്ക്കളുടെ ആക്രമണത്തിൽ നിർദ്ദയം ചത്തുവീണു. ഉടനെ ഒരു നായ യാനിനെയും ആക്രമിച്ചതോടെ അവൻ്റെ ലാപ്ടോപ്പ് അവൻ്റെ കയ്യിൽ നിന്നും തെറിച്ചുപോയി. എന്നിരുന്നാലും നായയുടെ ആക്രമണത്തിൽ നിന്നും യാനിനെ രക്ഷിച്ചു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് അവിടേക്ക് എത്തിയ സൈനികൻ ആ നായയെ ഷോക്കേൽപ്പിച്ചു. എന്നാൽ പൊടുന്നനെ മറ്റൊരു നായ ആ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയാണ്. പിന്നീട് മറ്റൊരു നായ കൂടി ചാനിൻ്റെ പക്കലേക്ക് എത്തുകയാണ്. അതോടെ അവിടേക്ക് വന്നിരുന്ന ജോയുടെ കൂടെ അവർ ഓടി രക്ഷപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് യോറ
ആൾക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയിരുന്നു. അവളെ രക്ഷിക്കാനായി മീരാൻ യൂറയുടെ പക്കലേക്ക് ചെന്നു. കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് മീരാനെ പുറകെ എത്തിയിരുന്ന നായയെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അവർ രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. ജോ തൻ്റെ ട്രക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവിടേക്കെത്തിയൊരു നായയെ കണ്ട് അവനും ഭയം നിറച്ചോടുകയാണ്. ഓട്ടത്തിനിടെ ഞാൻ ഒരു കാർ കാണുകയും അവനോടൊപ്പം ചാനും കിമ്മിനും അതിലേക്കു കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ്. ഈ ഒരു കാഴ്ച കണ്ട് ജോ അവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതോടെ കിമ്മിൻ ചാനിനോട് വാഹനം നിർത്താനായി ആവശ്യപ്പെട്ടു. അവളുടെ നിർബന്ധപ്രകാരം ചാൻ വാഹനം നിർത്തി. ഭാഗ്യവശാൽ നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ജോയ്ക്ക് ചാനിൻ്റെ വാഹനത്തിൻ്റെ ഡിക്കിയിലേക്ക് കയറാനായി സാധിച്ചിരുന്നു. ഇതേസമയം പാലത്തിൽ കുടുങ്ങിയിരുന്ന യൂറയടക്കമുള്ള മറ്റുള്ളവർ ബയാനുഹി സഞ്ചരിച്ചിരുന്ന ആ ഒരു ബസ്സിനകത്തേക്ക് പ്രാണരക്ഷാർത്ഥം കയറിയിരുന്നു. ഞാനും കൂട്ടരും മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ പാലത്തിൽ കുടുങ്ങിയിരുന്ന ഹെലികോപ്റ്റർ താഴേക്ക് വീഴുന്നത്. അതോടെ താൻ ഓടിച്ചിരുന്ന വാഹനം വെട്ടിച്ചു മാറ്റുകയും അത് അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ് ചാനിൻ്റെ സീനിയർ ഓഫീസർ അവിടേക്ക് സഹായം എത്തിക്കാനായി ശ്രമിച്ചെങ്കിലും മൂടൽമഞ്ഞ് കാരണം ഹെലികോപ്റ്ററുകൾക്ക് അവിടേക്ക് പോകാനായി സാധിച്ചിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം അയാൾ അവിടേക്കെത്തിയിരുന്ന മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിരുന്നു. ഈ സമയത്ത് ചാനിൻ്റെ വാഹനത്തിൻ്റെ മുകളിലേക്ക് ഒരു നായ ചാടിക്കയറിയിരുന്നു. ഞാൻ വികസിപ്പിച്ചെടുത്തത് മനുഷ്യ ശബ്ദത്തോട് പ്രതികരിക്കുന്ന നായക്കളെയാണെന്ന് ഞാൻ ചാനിനോട് പറഞ്ഞു. എന്നാൽ സൈന്യം യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കാനായി നായക്കളിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഞാൻ അവരോട് വെളിപ്പെടുത്തി. ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും താല്പര്യങ്ങളാണെന്നും അയാൾ അവരെ അറിയിച്ചു. തീവ്രവാദികളെ പിടികൂടാൻ ഉദ്ദേശിച്ചായിരുന്നു ഈ ഒരു പരീക്ഷണമെന്നും പക്ഷേ അത് പാളിപ്പോയെന്നും ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് യാനിൻ്റെ റേഡിയോ ഉപയോഗിച്ച് തൻ്റെ സീനിയർ ഓഫീസറുമായി കോണ്ടാക്ട് ചെയ്യുകയാണ്. പാലത്തിൽ തീ പടർന്നതിനാൽ പാലത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പോകാനായി അയാൾ ചാനിനോട് നിർദ്ദേശിച്ചു. ഈ ഒരു സമയത്ത് ചാൻ ആ ഒരു പരീക്ഷണത്തെക്കുറിച്ച് അയാളോട് ചോദിച്ചിരുന്നു. ഈ നേരത്ത് കുറച്ച് നായ്ക്കൾ ചാനിൻ്റെ വാഹനത്തെ വളഞ്ഞിരുന്നു. ഈ നേരത്ത് പാലത്തിൽ കാറുകൾക്ക് തീപിടിച്ച് വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയാണ്. മാത്രവുമല്ല ആ നേരത്ത് അവിടെ ഒരു ട്രക്കിലുണ്ടായിരുന്ന വിഷവാതകം ലീക്കാവുകയും ചെയ്തിരുന്നു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് അവരെ രക്ഷിക്കാനായി യുറയും കൂട്ടരും കയറിയിരുന്ന ആ ഒരു ബസ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവരേവരും കാറിൽ നിന്നും ഇറങ്ങി ബസ് ലക്ഷ്യമാക്കി ഓടുകയാണ്. ഭാഗ്യവശാൽ അവർക്ക് ആ ഒരു ബസ്സിനകത്തേക്ക് കയറിപ്പറ്റുവാനായി സാധിച്ചു. ഈ ഒരു സമയത്ത് പാലത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന വിമാനാവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു സ്ഫോടനമുണ്ടായി. ബസ് അതിവേഗം പുറകോട്ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ പാലം തകരുകയും കുറച്ചു കാറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു. മൂടൽമഞ്ഞ് കാരണമാണ് രക്ഷാപ്രവർത്തകരെത്താൻ വൈകുന്നതെന്ന് ചാൻ ബസ്സിലുണ്ടായിരുന്നവരോട് പറഞ്ഞു. പക്ഷേ ചാൻ സത്യം അവരോട് വെളിപ്പെടുത്തിയിരുന്നില്ല. നായ്ക്കൾ പട്ടാളക്കാരുടെ പേപ്പിടിച്ച നായ്ക്കളാണെന്നായിരുന്നു അവൻ അവരോട് പറഞ്ഞിരുന്നത്. അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ജോ പിന്തുണച്ചതോടെ ആളുകളെല്ലാം അത് വിശ്വസിച്ചു. പിന്നീട് ജോയ്ക്ക് ബസ്സിൽ നിന്നും ഒരു മദ്യക്കുപ്പി കിട്ടി. ഇന്ധനമടിച്ച പണം തനിക്ക് വേണമെന്ന് ജോ ചാനിനോട് പറഞ്ഞു. നീ എന്നോടൊപ്പം നിന്നാൽ ഞാൻ നിനക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരവും പാരിതോഷികമായി പണവും ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങി നൽകാമെന്ന് ചാൻ ജോയോട് പറഞ്ഞു. ഇത് കേട്ടതോടെ ജോയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു സമയത്ത് ചാനിൻ്റെ സീനിയർ ഓഫീസർ അയച്ചിരുന്ന സൈനികർ അവരെ രക്ഷിക്കാനായി ആ ഒരു പാലത്തിലേക്ക് എത്തിയിരുന്നു. സൈനികർ ബസ്സിലേക്കെത്തി ഞങ്ങൾ നിങ്ങളെ സുരക്ഷിതരായി കൊണ്ടുപോകാനാണ് വന്നതെന്ന് ചാനിനെ അറിയിച്ചു. അങ്ങനെ സൈനികരുടെ വാക്ക് വിശ്വസിച്ച് ആ ബസ്സിലുണ്ടായിരുന്നവർ അവരോടൊപ്പം രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഞാൻ ഒരു നായയെ കാണുകയും പേടിച്ച് പുറകോട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരു കാറിൽ തട്ടുകയും കാറിൻ്റെ സെക്യൂരിറ്റി അലാം ഓണാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അവിടെ കിടന്നിരുന്ന കാറുകളിലെ സെക്യൂരിറ്റി അലാമുകൾ ഒന്നൊന്നായി ഓണാകാൻ ആരംഭിച്ചു. അതോടെ സൈനികർ അത് പരിശോധിക്കാനായി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുകയാണ്. എന്നാൽ ആ അലാമുകൾ ഓണാക്കിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന നായ്ക്കളായിരുന്നു. അന്വേഷണത്തിനായി അവിടേക്കെത്തിയ സൈനികരെയെല്ലാം നായ്ക്കൾ ഒന്നൊന്നായി കൊന്നുകൊണ്ടിരുന്നു. പോരാട്ടത്തിനിടെ സൈനികരുടെ തോക്കിൽ നിന്നും വെടിപൊട്ടി ചിലർക്കെല്ലാം പരിക്കേറ്റു. ഈ ഒരു സമയത്ത് മീരാനും വെടിയേറ്റിരുന്നു. പട്ടാളക്കാർ ഓരോരുത്തരായി കൊല്ലപ്പെടുകയാണ്. ഇതിനിടെ വൃദ്ധയായ സുനോയ്ക്കും കടിയേറ്റിരുന്നു. സുനോയെ ആക്രമിച്ച നായയെ പട്ടാളക്കാർ വെടിവെച്ചു.
ഈ സമയത്ത് ചാനിൻ്റെ ദേഹത്തേക്കും ഒരു നായ ചാടി വീണിരുന്നു. ആ സമയത്ത് ആവട്ടെ ജോ അവിടെ ഉണ്ടായിരുന്ന കാറിനടിയിലായി ഒളിച്ചിരിക്കുകയായിരുന്നു. ജോയെ കണ്ട് ജൂഡി കുരയ്ക്കാൻ ആരംഭിച്ചു. അതോടുകൂടി ചാനിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്ന നായയുടെ ശ്രദ്ധ അവരിലേക്ക് മാറി. അങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ട ചാൻ തൻ്റെ മകളായ കിമ്മിൻ്റെ പക്കലേക്ക് ഓടുകയാണ്. ഈ നേരത്ത് കിമ്മിൻ്റെ പക്കലുണ്ടായിരുന്ന ബാഗ് നായ്ക്കൾ കടിച്ചെടുത്തിരുന്നു. ആ നായ അവർക്കു നേരെ ചാടി വീഴാൻ ശ്രമിച്ചെങ്കിലും ഒരു പട്ടാളക്കാരൻ അതിനെ വെടിവെച്ചിട്ടു. എന്നാൽ പൊടുന്നനെ മറ്റൊരു നായ ആ ഒരു പട്ടാളക്കാരനെയും കൊലപ്പെടുത്തി. ശേഷം ചാനും കിമ്മിനും രക്ഷപ്പെടാനായി ബസ്സിലേക്ക് ഓടുകയാണ്. ചാൻ കിമ്മിനെ ബസ്സിലെ ലഗേജ് ബോക്സിൽ ഒളിപ്പിച്ചു. ഈ ഒരു സമയത്താണ് ചാൻ തൻ്റെ പക്കലുണ്ടായിരുന്ന റേഡിയോ ഡിവൈസ് വീണുപോയ കാര്യം മനസ്സിലാക്കുന്നത്. അതെടുക്കാനായി ചാൻ വീണ്ടും ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൻ റേഡിയോ ഡിവൈസും നഷ്ടപ്പെട്ടു പോയ കിമ്മിൻ്റെ ബാഗും കണ്ടെത്തി. ഈ ഒരു സമയത്ത് കിമ്മിൻ തൻ്റെ അമ്മ ആശുപത്രിയിൽ വെച്ച് പുസ്തകം വായിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സിലെ ആ ഒരു ലഗേജ് ബോക്സിനുള്ളിൽ യാനും ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. യാൻ അവിടെ ഉണ്ടായിരുന്നൊരു ഡോർ തുറന്ന് കിമ്മിനെയും കൂട്ടി ബസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നയൻ എന്ന നായയാണ് യഥാർത്ഥ നായയെന്നും ബാക്കിയുള്ളതെല്ലാം ആ നായയുടെ ക്ലോൺ കോപ്പികളാണെന്നും യാൻ കിമ്മിനോട് വിശദീകരിച്ചു. ആ നായയ്ക്ക് കുട്ടികളുണ്ടായിരുന്നെന്നും അതിനെ കൂടുതൽ ക്രൂരനാക്കാൻ വേണ്ടി കുട്ടികളെയെല്ലാം അതിൻ്റെ കൺമുൻപിലിട്ട് കൊന്നുകളഞ്ഞെന്നും യാൻ അവളോട് വെളിപ്പെടുത്തി. ഇപ്പോൾ ആ നായ മനുഷ്യരോട് പ്രതികാരം ചെയ്യുകയാണെന്നും യാൻ അവളോട് പറഞ്ഞു. ഇതിനിടെ ചാൻ രക്ഷപ്പെട്ടവർ ഒളിച്ചിരുന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നായകളെക്കുറിച്ചുള്ള സത്യം ഞാൻ ഇവരോടെല്ലാം വെളിപ്പെടുത്തിയെന്ന് ജോ ചാനിനോട് പറഞ്ഞു. ഈ സമയത്ത് കടിയേറ്റിരുന്ന സുനോ എന്ന വൃദ്ധ രക്തസ്രാവം മൂലം അതിയായി ക്ഷീണിതയായ നിലയിലായിരുന്നു. പിന്നീട് ചാൻ കയ്യിൽ കിട്ടിയിരുന്ന ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ചു. പിന്നീട് ചാൻ തൻ്റെ സ്ഥാനം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തൻ്റെ സീനിയർ ഓഫീസറെ വിളിച്ച് നായ്ക്കളെ കൊല്ലാനായി സ്നൈപ്പർമാരെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് കഴിയില്ലെന്നും അങ്ങനെ ചെയ്താൽ റിപ്പോർട്ടർമാർ രഹസ്യമായി ചെയ്തിരുന്ന ആ ഒരു പരീക്ഷണത്തെപ്പറ്റി മനസ്സിലാക്കുമെന്നും സീനിയർ ഓഫീസർ ചാനിനോട് പറയുകയാണ്. ഇത് കേട്ട് എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഈ ഒരു പരീക്ഷണത്തെപ്പറ്റി അറിയാമെന്ന് ചാൻ സീനിയർ ഓഫീസറെ അറിയിച്ചു. നായ്ക്കളുടെ കണ്ണുവെട്ടിച്ച് ചാനും കൂട്ടരും ഒരു വിധത്തിൽ ബസ്സിൻ്റെ അരികിലേക്കെത്തി. കിമ്മിൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ബസ്സിലുണ്ടായിരുന്ന യാൻ അതിനു സമ്മതിച്ചില്ല. നായ്ക്കൾ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് യാൻ ഭയപ്പെട്ടിരുന്നു. കയ്യിലുണ്ടായിരുന്ന പന്തം ഉപയോഗിച്ച് അവർ നായകളെ അകറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും ഒരു നായ സുനോയെ കടിച്ചു. ഇത് കണ്ട് ജോ കയ്യിൽ കരുതിയിരുന്ന മദ്യം തീയിലേക്ക് തുപ്പുകയും വലിയ തീജ്വാല ഉണ്ടാവുകയും ചെയ്തു. അതോടെ നായക്കൾ താൽക്കാലികമായി പിൻവാങ്ങി. ഈ നേരത്ത് ചാൻ തൻ്റെ ഫ്ലയർ ഗൺ ഒന്നുകൂടി പ്രയോഗിച്ചു. അതോടുകൂടി ശക്തമായ പ്രകാശമുണ്ടായതോടെ കണ്ണു മഞ്ഞളിച്ച് യാൻ പുറകിലേക്ക് നീങ്ങി. ഈ ഒരു തക്കത്തിന് കിമ്മിൻ ബസ്സിൻ്റെ വാതിൽ തുറന്ന് എവരെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചു. തങ്ങളെ സഹായിക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ജോ യാനിനെ ചവിട്ടി. ബസ്സിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് അതിൽ താക്കോലില്ല എന്നുള്ള വസ്തുത അവർ തിരിച്ചറിയുന്നത്. ഭാഗ്യവശാൽ അവർക്ക് ജോയുടെ കയ്യിലുണ്ടായിരുന്ന മാസ്റ്റർ കീ ഉപയോഗിച്ച് അത് സ്റ്റാർട്ടാക്കാനായി സാധിച്ചിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ പാലത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനാവാതെ ചാനിൻ്റെ സീനിയർ സമ്മർദ്ദത്തിലായി കഴിഞ്ഞിരുന്നു. തകർന്ന പാലത്തിൽ നിന്നും രക്ഷപ്പെടാനായി ചാൻ വീണ്ടും തൻ്റെ സീനിയർ ഓഫീസറെ വിളിച്ചു. എന്നാൽ ചാനിനെ ആരും തന്നെ ഉത്തരം നൽകിയിരുന്നില്ല. അധികം താമസിയാതെ തന്നെ രക്തസ്രാവം മൂലം സുനോ എന്ന വൃദ്ധ മരണമടഞ്ഞു. ഈ ഒരു സമയത്ത് പാലത്തിന് കുലുക്കം അനുഭവപ്പെടാനായി തുടങ്ങിയിരുന്നു. അധികം താമസിയാതെ തന്നെ പാലം തകർന്നു വീഴുമെന്ന് ഏവരും ഭീതിയോടെ മനസ്സിലാക്കി. നായ്ക്കളെ കൊടുക്കാനായി അവരേവരും ചേർന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അങ്ങനെ അവർ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് ബസ്സിൻ്റെ ലഗേജ് വയ്ക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി. മീരാനും യൂറയും ചാനിനൊപ്പം ശബ്ദമുണ്ടാക്കാതെ അവിടെ ഇരുന്നു. അല്പസമയത്തിനു ശേഷം അവർ തുറന്നിട്ടിരുന്ന ബസ്സിൻ്റെ വാതിലിലൂടെ നായ്ക്കൾ അതിനകത്തേക്ക് കയറി. നായ്ക്കളെല്ലാം ബസ്സിനകത്തേക്ക് കയറിയതോടെ ജോ ചരട് വലിച്ച് ബസ്സിൻ്റെ വാതിലടച്ചു. ശേഷം അവരേവരും ആ ബസ്സിൻ്റെ ലഗേജ് ബോക്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ തൻ്റെ ഭാര്യയുടെ മൃതശരീരം വിട്ടുവരാൻ ബിയോൻഹെ ഒരുക്കമായിരുന്നില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നായ്ക്കൾ ലഗേജ് വെച്ചിരുന്ന ഭാഗത്തേക്കുള്ള ഡോറ് കണ്ടെത്തിയിരുന്നു. ബിയോൻഹെ അത് മുറുകെ പിടിക്കുകയും ചാനിനോട് രക്ഷപ്പെടാനായി പറയുകയും ചെയ്തു. ജോയ് അവനെ പുറത്തേക്ക് വലിച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ചാൻ ബസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി. ബയോൺഹെ പുറത്തേക്കുള്ള ഡോർ അടച്ചു. തൽക്ഷണം തന്നെ നായ്ക്കൾ അവനെ അതിമൃഗീയമായി കൊലപ്പെടുത്തി. പിന്നീട് സംഘം തങ്ങളെ രക്ഷിക്കാനായി
ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയാൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് ചാനിൻ്റെ സീനിയർ ഓഫീസർ അവനോട് പറഞ്ഞിരുന്നു. ഈ നേരത്ത് ചാൻ രക്ഷപ്പെടുത്താനായി വിളിച്ചിരുന്ന സീനിയർ ഓഫീസർ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. നിങ്ങളുടെ സീനിയർ ഓഫീസർക്ക് ആ ഒരു സ്ഥാനം കിട്ടിയത് ഈ ഒരു പ്രോജക്റ്റ് വഴിയാണെന്ന് ഞാൻ ചാനിനോട് വെളിപ്പെടുത്തി. ഇത് കേട്ട് കോപത്തോടെ ചാൻ തൻ്റെ സീനിയർ ഓഫീസറെ വിളിച്ച് ചീത്ത പറഞ്ഞു. വിഷവാതകമുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാനായി ജോയുടെ ട്രക്ക് ഉപയോഗിക്കാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ അതിൻ്റെ താക്കോലുള്ളത് നായ്ക്കളെ കുടുക്കിയിരിക്കുന്ന ആ ഒരു ബസ്സിനകത്താണ്. ആ നായ്ക്കളെ വശീകരിക്കാൻ എൻ്റെ ലാപ്ടോപ്പ് ആവശ്യമാണെന്നും അത് തിരയാനും ഞാൻ ഏവരോടും പറഞ്ഞു. അങ്ങനെ അവരേവരും ചേർന്ന് ഞാനെൻ്റെ ലാപ്ടോപ്പ് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തു. ശേഷം ആ നായ്ക്കളെ ബസ്സിൽ നിന്നും മാറ്റാനായി അവർ മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. നായ്ക്കളുടെ ശ്രദ്ധയാകർഷിക്കാനായി ചാൻ നായ്ക്കളെ കൊണ്ടുവന്നിരുന്ന ആ ഒരു സൈനിക ട്രക്കിലേക്ക് പ്രവേശിക്കാനായി പോവുകയാണ്. ഞാൻ അച്ഛനെ വിട്ട് വിദേശത്തേക്ക് പഠിക്കാനായി പോകുന്നില്ലെന്ന് ഒരു സമയത്ത് കിമ്മിൻ ചാനിനോട് പറഞ്ഞു. ശേഷം അവൾ തൻ്റെ അമ്മ എഴുതിയിരുന്ന ആ ഒരു പുസ്തകം ചാനിനെ കൈമാറി. ഈ ഒരു സമയത്ത് യൂറ മീരാനോട് പറയുകയാണ്, പാസ്പോർട്ട് കാലഹരണപ്പെട്ട വിവരം എനിക്കറിയാമായിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നിരുന്നത്. പിന്നീട് ഞാൻ തൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നായക്കൾക്ക് കൂട്ടിലേക്ക് മാറാനുള്ള സന്ദേശങ്ങൾ നൽകി. ഈ നേരത്തെ യൂറ ഗോൾഫ് ബോർഡുകൾ ഉപയോഗിച്ച് ബസ്സിൻ്റെ ചില്ല് ദുർബലമാക്കിയിരുന്നു. അതോടെ നായ്ക്കൾ ബസ്സിൽ നിന്നും ആ ഒരു കൂട് ലക്ഷ്യമാക്കി ഓടുകയാണ്. നായ്ക്കൾ കൂട്ടിലേക്ക് ഓടിയതോടെ ജോ ബസ്സിൽ നിന്നും ട്രക്കിൻ്റെ താക്കോലെടുത്തു. ചിപ്പില്ലാത്തതിനാൽ നയൻ എന്ന നായ ആ ഒരു ബസ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ നായയെ കണ്ട് പേടിച്ച് വിറച്ച ജോ തൻ്റെ ട്രക്ക് ലക്ഷ്യമാക്കി ഓടുകയാണ്. അവനെ പിന്തുടർന്നെത്തിയ നയൻ യാനിനെ ആക്രമിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് യൂറ അവനെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ്. ഈ നേരത്ത് പാലത്തിൻ്റെ ഒരു ഭാഗം തകരുകയും പാലം കുലുങ്ങുകയും ചെയ്തു. അതോടെ നയൻ മറ്റു നായ്ക്കളുടെ അരികിലേക്ക് ഓടുകയാണ്. പാലം തകർന്നതോടെ നായ്ക്കളും കൂടടങ്ങിയ ആ ഒരു സൈനിക ട്രക്കും താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. ആ ട്രക്കിലുള്ള കൂടിനകത്താണ് നായ്ക്കളെ വശീകരിക്കാനായി ചാനിനെ പൂട്ടിയിരുന്നത്. ഭാഗ്യവശാൽ അവസാന നിമിഷം ആ ട്രക്ക് പാലത്തിൽ കുടുങ്ങി താഴേക്ക് വീഴാതെ നിന്നു. ഈ സമയത്ത് ജോയും കൂട്ടരും തങ്ങളുടെ ട്രക്കുമായി അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ ചാൻ അവരോട് തിരിച്ചു പോകാനായി പറയുകയാണ്. കാരണം അത് സൈനിക ട്രക്കുമായി ബന്ധിപ്പിച്ചാൽ ആ ഒരു ട്രക്കും കൂടി താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അവസാന നിമിഷം ചാൻ തൻ്റെ ഭാര്യ എഴുതിയിരുന്ന ആ ഒരു പുസ്തകം വായിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജോയുടെ ട്രക്കിൻ്റെ കൊളുത്തുമായി കിമ്മിൻ അവനരികിലേക്ക് വരികയാണ്. നായ്ക്കൾ ആക്രമിക്കുമെന്നും കരുതി ചാൻ അവളോട് തിരിച്ചു പോകാനായി പറഞ്ഞു. എന്നാൽ അവൾ ഭക്ഷണം നൽകിയിരുന്നതിനാൽ തന്നെ നയൻ എന്ന നായ അവളെ ആക്രമിച്ചില്ല. ഈ ഒരു നേരത്ത് പാലം തകരുകയും താഴേക്ക് വീണ നായയോടൊപ്പം നയൻ എന്ന നായയും കടലിലേക്ക് എടുത്തു ചാടുകയാണ്. പാലം തകർന്നതോടെ ആ ഒരു സൈനിക ട്രക്കും താഴേക്ക് ചിരിഞ്ഞു. ഹുക്ക് ആ ട്രക്കിൽ കൊളുത്തിക്കൊണ്ട് കിമ്മിനും അതിനകത്തേക്ക് ചാടി. പാലം തകരാൻ തുടങ്ങിയതോടെ ജോ തൻ്റെ ട്രക്ക് അതിവേഗത്തിൽ മുന്നോട്ട് പായിച്ചു. അങ്ങനെ അവരേവരും പാലത്തിലുണ്ടായിരുന്ന വിഷവാതകത്തിനുള്ളിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി. മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ജോ തൻ്റെ ട്രക്കുമായി മുന്നോട്ട് പാഞ്ഞു. പാലം തകരുന്നതിനു മുൻപ് ജോയ്ക്ക് തൻ്റെ ട്രക്ക് മറുവശത്തേക്ക് ചാടിക്കാനായി സാധിച്ചിരുന്നു. എന്നാൽ അതോടെ കെട്ടിവലിച്ചിരുന്ന സൈനിക ട്രക്കുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ചാനും കിമ്മും മരിച്ചു കാണുമെന്നാണ് ജോയും കൂട്ടരും കരുതിയിരുന്നത്. എന്നാൽ കെട്ടിവലിച്ചിരുന്ന സ്പീഡ് മൂലം പുറകെ ആ ഒരു സൈനിക ട്രക്കും അവിടേക്കെത്തി. രക്ഷപ്പെട്ടെത്തിയ അവരിരുവരും ജോയുടെ ട്രക്കിലേക്ക് കയറി. നിനക്ക് ഞാൻ ധീരതയ്ക്കുള്ള പുരസ്കാരം വാങ്ങിത്തരുമെന്ന് ചാൻ ജോയ്ക്ക് ഉറപ്പു നൽകി. അങ്ങനെ അവർ അതിസാഹസികമായി പാലത്തിൻ്റെ അറ്റത്തേക്കെത്തി. അവിടെയുണ്ടായിരുന്ന പത്രപ്രവർത്തകരും അധികാരികളും അവരെ സന്തോഷത്തോടെ വരവേറ്റു. ദേഷ്യത്തോടെ ചാൻ അവിടെയുണ്ടായിരുന്ന തൻ്റെ സീനിയർ ഓഫീസറെ അടിച്ചു. തൻ്റെ മകളുടെ പഠനത്തിനായി അയാൾ നൽകിയിരുന്ന പണം അവൻ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ചാനും യാനും ചേർന്ന സത്യങ്ങളെല്ലാം മീഡിയയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തി. എന്നാൽ ഈ ഒരു സമയത്ത് നയൻ എന്ന നായ അവശേഷിച്ചിരുന്ന തൻ്റെ ജീവനുള്ള ക്ലോണുമായി കടലിൽ നിന്നും നീന്തി കയറുകയാണ്. പ്രതികാരദാഹത്തോടെ നയൻ പാലത്തിലേക്ക് നോക്കുന്ന രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.